ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പറായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല ഹെൽത്തി ആയിട്ട് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. അതിൻ്റെ സീക്രട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. എൻ്റെ ഓൺ റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇത് കരിമീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ചെത്തി എടുക്കാം. അല്ല നമ്മൾ കല്ലിലിട്ട് ഉരച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്കിന്നൊക്കെ പൊട്ടിപ്പോവാനും ആ ഒരു കറുപ്പ് കറക്റ്റായിട്ട് പോവില്ല. ഇതേപോലെ നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. ഇനി നമുക്ക് ആ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് വെക്കണം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്കിതാ ഇതേപോലെ ഒന്ന് മീനൊന്ന് വരഞ്ഞെടുക്കണം. എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ആ മസാല തേച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഞാൻ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. മസാല തയ്യാറാക്കാൻ ഒരു 3 സവാള, ഒരു 2 തക്കാളി, 2-3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 ചെറിയ വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പ്യൂരിയാക്കി എടുക്കാം. ടൊമാറ്റോ പ്യൂരിയാക്കി എടുക്കാം. ഇനി കുറച്ച് മസാലപ്പൊടികൾ എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരല്പം കൂടി ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ നോക്കി ഇതേപോലെ ആക്കിയെടുക്കണം. നമ്മുടെ സീക്രട്ട് മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഇത് മീനിൽ കവർ ചെയ്യാനുള്ളൊരു മസാലയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടണം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നോക്കി സവാളയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തില്ലേ ആ ഒരു മസാലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച ഒരു ടൊമാറ്റോയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ആ തക്കാളിയുടെ ആ റോ ഫ്ലേവർ എല്ലാം മാറി നല്ല തിക്ക് ഗ്രേവി ആവുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ 2 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളിയാണ് മീനിനൊക്കെ നല്ലൊരു പുളിയും ടേസ്റ്റും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുടംപുളി തന്നെ മാക്സിമം എല്ലാവരും ഇടാൻ ശ്രമിക്കണം. ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എന്ത് കറിയാണെങ്കിലും ആ ഒരു കറക്റ്റ് സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഒരല്പം ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പൊള്ളിച്ചതിന് ഈ ഗ്രേവിയാണ് നമ്മൾ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ടൊമാറ്റോയും ഓണിയനും ഒന്നും കാണാത്ത രീതിയിൽ തന്നെ സോട്ട് ചെയ്ത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫിഷ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്യണ്ട. നമ്മൾ പൊള്ളിക്കണല്ലേ, പിന്നെയും ഒന്നും കൂടി നമ്മൾ എണ്ണയിലിട്ട് പൊള്ളിക്കാൻ വെക്കും. അതുകൊണ്ട് ഒരുപാട് ഹാർഡാക്കി കളയരുത്. നല്ലൊരു സോഫ്റ്റ് മീറ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ നോക്കി എൻ്റെ മീനും നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മളൊന്ന് വാഴല ഇങ്ങനെ വാട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കെട്ടാനൊക്കെ നല്ല ഈസി ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വാഴയില വാട്ടിയതിന് ശേഷം മാത്രം ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു വാഴയിലയിലേക്ക് ആ വാട്ടിയ വാഴയിലയിലേക്ക് നമ്മൾ ആദ്യമേ കുറച്ച് ഗ്രേവി ഓണിയൻ ടൊമാറ്റോൻ്റെ മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫിഷ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ മസാലയും കൂടി നമുക്ക് ആ മീനിൻ്റെ മേൾ വശത്തായിട്ടും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഓൾമോസ്റ്റ് പണികളെല്ലാം നമ്മളുടെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. 2 ടൊമാറ്റോയും കൂടി ഞാൻ മീതെ ഒരു റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് വാഴ നല്ല രീതിയിലൊന്ന് കെട്ടിയെടുക്കണം. ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ആവോലി ഫ്രൈ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാം. അല്ല നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അയല അങ്ങനെയുള്ള ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് കെട്ടാനെടുത്തത് വാഴയിലയുടെ ബാക്കിൽ ആ ഒരു തണ്ട് വശം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെയാണ് ഈ നാരെടുത്തിട്ട് ഞാൻ കെട്ടാനെടുത്തിരിക്കുന്നത്. വേറെ സെപ്പറേറ്റ് വേറെ ഒരു നൂലും എടുത്തിട്ടില്ല. വാഴയിലയുടെ ആ ചെറിയ ആ തണ്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഇട്ടതിന് ശേഷം നമുക്ക് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയുള്ള ചോറിനെ കൂടിയും അല്ല ഇടിയപ്പത്തിനെ കൂടിയൊക്കെ ആണെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ആ ഒരു ചെറിയ ചൂടോട് കൂടി കഴിക്കുവാണെങ്കിൽ ആ മീനും ആ ഗ്രേവിയും കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് എന്നോട് പറയണം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.